രോഹിതേട്ടാ, കഴിഞ്ഞ ദിവസങ്ങളിൽ മലയിടാൻ തുരുത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട വാർത്തകളും അവിടുത്തെ കുറച്ച് വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് യു.ഡി.എഫ് സർക്കാരിനെ പഴിചാരി യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലെത്തിയ ഉടനെ അവിടെ കുടിയൊഴിപ്പിക്കൽ ആരംഭിച്ചു എന്ന് പറഞ്ഞ് കുറെ വാർത്തകൾ വന്നു. അതിനുശേഷം അവിടെ മുൻ എം.എൽ.എ അവിടെ വന്ന് സംസാരിക്കുന്നതും അയാളെ അവിടുത്തെ നാട്ടുകാർ തന്നെ പറഞ്ഞു വിടുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ കൃത്യമായ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. കുടിയൊഴിപ്പിക്കൽ നിർത്തിവെക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ നേരത്തെ സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യമാണെങ്കിലും ഇപ്പോൾ ഈ തുരുത്തിന്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ പിണറായി വിജയന്റെ വീടിന് മുന്നിലെ മനുഷ്യത്വരഹിതമായ ജീപ്പിൽ താമസിക്കേണ്ടി വരുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യമാണെങ്കിലും എല്ലാം വളരെ മനോഹരമായി കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്കാർ അതല്ലേ നമ്മുടെ മുന്നിലുള്ളത്? ഉറപ്പായിട്ടും കഴിഞ്ഞ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂവെങ്കിലും സെക്രട്ടേറിയറ്റിലും നിയമസഭാ മന്ദിരത്തിലെ വി ഡി സതീശൻ്റെ ഓഫീസിലേക്കുമൊക്കെ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുകയാണ്. ചെല്ലുന്ന ആളുകളെയൊക്കെ കാണുന്നു, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു. അതായത് ഒരു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഭരണം എങ്ങനെയായിരുന്നു, ആ ഭരണത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് വി ഡി സതീശൻ സർക്കാർ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് ജനമനസ്സുകളിൽ ഇടം തേടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ മേഘ ഇവിടെ ഏറ്റവും മുന്നോട്ട് വെച്ച ഒരു വിഷയം മലയിടാം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ്. അവിടുത്തെ മുൻ എം.എൽ.എ ആയിട്ടുള്ള വി പി ശ്രീനിജനും കഴിഞ്ഞ ദിവസം അവിടെ വന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ച മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഒക്കെ പറയുന്നത് കേട്ടാൽ ഇതേതാണ്ട് യു.ഡി.എഫ് സർക്കാർ ഇവിടെ ഭരിക്കാൻ തുടങ്ങിയിട്ട് 5-6 വർഷക്കാലമായെന്നും ഇതുവരെ മലയിടാം തുരുത്തിലെ പാവപ്പെട്ട വിഷയങ്ങളിൽ യു.ഡി.എഫ് ഒന്നും ചെയ്തില്ല എന്ന തരത്തിലാണ് ഇവരൊക്കെ പ്രസംഗിച്ചു വെച്ച് പോകുന്നത്. നോക്കൂ, ഒരു 5 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ നാട് ഭരിച്ചിരുന്നത് ഇടതുപക്ഷ സർക്കാരാണെന്നേ. 10 വർഷക്കാലം മുഖ്യമന്ത്രി അയാളുടെ പേര് പിണറായി വിജയൻ എന്നാണെന്നേ. ഈ 10 വർഷക്കാലങ്ങൾ ആഭ്യന്തര വകുപ്പ് ഭരിച്ച മന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നേ. റവന്യൂ വകുപ്പ് ഭരിച്ചിരുന്ന കെ രാജനായിരുന്നേ. ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന വി പി ശ്രീനിജനും ഈ പറയപ്പെടുന്ന ആർ ബിന്ദുവും അടങ്ങുന്ന പി രാജീവും അടങ്ങുന്ന ഇടതുപക്ഷ നേതൃത്വം വലിയ വായിൽ അവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത്. കഴിഞ്ഞ ദിവസം പറയുന്നത് 8 കുടുംബങ്ങൾക്ക് പട്ടയം നൽകണമെന്ന് പി രാജീവ് ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ മുതിർന്ന CPM നേതാക്കന്മാരിൽ ഒരാളല്ലേ പി രാജീവ്? എറണാകുളം ജില്ല മുഴുവൻ തൻ്റെ തലയിലൂടെയാണ്, കേരളം മുഴുവൻ തൻ്റെ കാൽക്കീഴിലാണ് എന്ന് അഹങ്കരിച്ച് നടന്ന നേതാവല്ലേ പി രാജീവ്? എന്തേ പി രാജീവിന് മുഖ്യമന്ത്രിയെ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൂടായിരുന്നു? എന്തുകൊണ്ട് അവർക്ക് പട്ടയം നൽകിക്കൂടായിരുന്നു? എന്തുകൊണ്ട് അവരുടെ പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചില്ല എന്ന് ചോദിക്കേണ്ടി വരുന്നത് അവിടെയാണ്. നോക്കൂ, ഈ ഒരു പ്രശ്നം അവിടെ സ്വാഭാവികമായും ഒരു സർക്കാർ മാറി വരുമ്പോൾ ആ കിട്ടുന്ന ഒരു ടൈമുണ്ട്, ഒരു ഹണിമൂൺ പീരീഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു സർക്കാരിൽ നിന്ന് അടുത്ത സർക്കാർ അധികാരം ഏറ്റെടുത്ത് ആ അധികാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഫയലുകളൊക്കെ പഠിച്ച് ആ രീതിയിലേക്ക് ആക്ഷൻ ചെയ്യാനുള്ള ഒരു സമയം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ സമരങ്ങളിലൊന്നായ ആശാവർക്കർമാരുടെ സമരത്തിന് ഒരു പ്രയോജനം കിട്ടുകയാണ്. 3000 രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള തീരുമാനമുണ്ട്. ഇത്തരത്തിൽ ജനക്ഷേമപരമായ പദ്ധതികൾക്ക് അല്ലെങ്കിൽ നാടിൻ്റെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ മലയിടാം തുരുത്തിലെ പ്രശ്നം ഇങ്ങനെ സജീവമായി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് അവിടെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നു. കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ്. ഇതിനു മുമ്പും കുടിയൊഴിപ്പിക്കാൻ വന്നപ്പോൾ ഈ ശ്രീനിജൻ അടക്കമുള്ളവർ ആ നാട്ടുകാർക്കൊപ്പം നിന്നു. ആ ശ്രീനിജന് മുഖ്യമന്ത്രിയെ കണ്ട് ഇത് സംസാരിക്കാൻ പറ്റിയോ? സാധാരണക്കാരന് മാത്രമല്ല, ശ്രീനിജനെ പോലുള്ള MLA-മാർക്ക് മുഖ്യമന്ത്രിയെ കണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. അന്ന് ശ്രീനിജൻ പറഞ്ഞ എന്താ, ഞാൻ പഴയ MLA ആണ്, പുതിയ MLA ഉണ്ട് സജീന്ദ്രൻ ഇവിടെ എത്തിയില്ല. സജീന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധി എന്ന നിലയിൽ ഔദ്യോഗികമായി ആ പരിപാടിയിൽ പോയി പ്രതിഷേധം ഉണ്ടാക്കലല്ല ഒരു MLA-യുടെ പരിപാടി. അതിന് ശാശ്വതമായ ഇടപെടലുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കേരളത്തിന്റെ ബഹുമാന്യനായ ആദരണീയനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അപ്പോൾ തന്നെ പോലീസിന് നിർദ്ദേശം നൽകി പിൻവാങ്ങാൻ. അവിടെ കുടിയൊഴിപ്പിക്കേണ്ട, പിൻവാങ്ങും, അവർക്ക് സമയം കൊടുക്കൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ചു. അവിടെ കോടതിയോട് സമയം ആവശ്യപ്പെടുകയാണ്, ഈ കുടിയൊഴിപ്പിക്കലിന് സമയം ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായ റോജി എം ജോണിനെ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ നിയോഗിക്കുകയാണ് ആ പാവങ്ങളെ കേൾക്കാൻ. ഇന്നലെ രാത്രി റോജി എം ജോണും അവിടുത്തെ സമരസമിതിയും അവിടുത്തെ ജനങ്ങളുമായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ കേട്ടു. കൃത്യമായി സർക്കാർ പോലീസിന് നിർദ്ദേശം കൊടുത്തു. ഇന്ന് കുടിയൊഴിപ്പിക്കേണ്ട ദിവസമാണ്, ഇന്ന് കുടിയൊഴിപ്പിക്കൽ ഉണ്ടാകരുത്, അവിടെ പോലീസ് ആക്ട് ചെയ്യാൻ പാടില്ല. കോടതിയെ അറിയിച്ചു. അല്പസമയം സർക്കാരിന് വേണം ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ. കോടതിയിൽ നിന്നൊരു ജനങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ലഭിച്ചില്ല എങ്കിൽ ഇവർക്കൊരു പുനരധിവാസ പാക്കേജ് ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഒരുപക്ഷെ സർക്കാർ ഭൂമിയിൽ കുടിയേറി പാർത്തവരായിരിക്കാം, എങ്കിലും അത് കേരള നാട്ടിലെ മക്കളാണ്, മലയാളികളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് പുനരധിവാസം ഉറപ്പാക്കേണ്ടത് ഇവിടെ ഭരിക്കുന്ന ഒരു ജനകീയ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ഉത്തമമായ ബോധ്യം
ഇന്ന് ഈ നാട് ഭരിക്കുന്ന UDF സർക്കാരിനുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്, അവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയല്ല. അവർക്ക് കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്നാൽ അവർക്ക് കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാകണമെന്ന ഉത്തമ ബോധ്യമുണ്ടാകുന്നു. പല പ്രശ്നങ്ങളിലും പല വിഷയങ്ങളിലും കേവലം ഒന്ന് കേട്ടാൽ, ഒരു ഭരണാധികാരി ഒന്ന് കേട്ടാൽ, അയാൾ ഒരു മിനിറ്റ് അതിനു വേണ്ടി മാറ്റിവെച്ചാൽ തീരുന്ന പ്രശ്നങ്ങളാണ് ഈ നാട്ടിലുള്ള പല വിഷയങ്ങളും. സാധാരണക്കാരായ ജനങ്ങൾ 10, 15, 20 ഒരു നൂറ്റാണ്ട്, ഒരു ആയുസ്സുകാലം മുഴുവൻ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി ടെൻഷൻ അടിച്ച് നടക്കുന്ന പല വിഷയങ്ങളും ഒരു മന്ത്രിയോ ഒരു മുഖ്യമന്ത്രിയോ ഒരു ഭരണാധികാരിയോ ഒന്ന് കേട്ട് ഒരു ഫോൺ കോളിൽ തീരുന്ന വിഷയമായിരിക്കും എന്നുള്ളതാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ലാതെ വലിയ കോർപ്പറേറ്റ് കമ്പനി മുതലാളിമാർക്കൊക്കെ വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടം ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ലഭിക്കുന്ന പ്രിവിലേജുകൾ ഉണ്ടല്ലോ, സൗകര്യങ്ങളുണ്ടല്ലോ, ആഡംബരങ്ങളുണ്ടല്ലോ, ഇതിലൊക്കെ മതിമറന്നു പോയി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ 2 തവണ ഭരിച്ചു മുട്ടിച്ചൊരു നാട്ടിൽ ഇതിനെല്ലാം അറുതി വരുത്തുവാൻ ഇവിടുത്തെ വലതുപക്ഷ സർക്കാർ, VD സതീശൻ സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് മേഘ. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, എത്രയോ വിഷയങ്ങളിൽ നമുക്ക് കാണാം. 10 വർഷക്കാലങ്ങൾ പട്ടികളെ പോലെ 8ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്തു. എവിടെ? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ, അതും ആ പഞ്ചായത്ത് റോഡിന്റെ റോങ് സൈഡിൽ പാർക്ക് ചെയ്ത, ശ്രദ്ധിക്കണം, പഞ്ചായത്ത് റോഡിന്റെ വലതുവശം ചേർത്ത് റോങ് സൈഡിൽ പാർക്ക് ചെയ്ത ഇരുമ്പത്ത് കൊണ്ടുണ്ടാക്കിയ ഒരു ടാറ്റ സുമോ ജീപ്പിനുള്ളിൽ ഒന്ന് വെളിക്കിറങ്ങണമെങ്കിൽ, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ അയൽവക്കക്കാരന്റെ വീട്ടിലും ഈ അടുത്ത കാലത്ത് തുടങ്ങി ത്രിവേണി ഷോപ്പിന്റെ ബാത്റൂമിലും പോകേണ്ടി വരുന്ന അവസ്ഥ. PSC എഴുതി കഷ്ടപ്പെട്ട് ജോലിക്ക് കയറിയ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു രാഷ്ട്രീയക്കാരന്റെ വീടിന് മുന്നിൽ പട്ടിയെ പോലെ പണിയെടുക്കണം. ഇപ്പോഴും സംശയമുള്ള ഒരു കാര്യമാണ്, കഴിഞ്ഞ 10 വർഷങ്ങൾ എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല, എങ്ങനെയാണ് ഇത് അറിയാതെ? മാധ്യമങ്ങൾക്ക് പേടിയായിരുന്നു. മാധ്യമങ്ങൾക്ക് ഇയാളെ പേടിയായിരുന്നു ഇത് റിപ്പോർട്ട് ചെയ്യാൻ. ഇപ്പൊ ആ പേടി മാറി. അവർക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആളുണ്ട്, ആക്ഷൻ ഉണ്ടാകും, നീയൊക്കെ കാണിച്ച ആക്ഷൻ മുഴുവൻ ഇവിടെ നിന്ന് റിയാക്ഷൻ ഉണ്ടാകും എന്ന ഉത്തമ ബോധ്യമുള്ള മാധ്യമ പ്രവർത്തകർ ഇത് റിപ്പോർട്ട് ചെയ്തു. മാധ്യമങ്ങളുടെ നട്ടല് വരെ പൂട്ടിയിരുന്നതാണ്. പറയാതിരിക്കാൻ സാധിക്കില്ല. കണ്ണൂർ എയർപോർട്ടിൽ പോയാലും കഴിഞ്ഞ ദിവസം കുറെ ആളുകൾ ന്യായീകരിക്കുന്ന കണ്ടു. നാളെ VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞാലും ഇതുപോലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ പോയോ ഇതുപോലെ തറയിൽ ഇരിക്കേണ്ടി വരും. ആ VD സതീശൻ അന്നും ഇരിക്കും. അല്ലാതെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും ആടുന്ന കസേരയും അതിന്റെ മുകളിൽ ടവലും വിരിച്ചു കൊടുക്കണമായിരുന്നു. ഇന്നലെ പോയി സിമന്റ് തറയിൽ ഇരിക്കേണ്ടി വന്നില്ലേ? ജനം ഇതൊക്കെ കാണുന്നേ. ആർക്കെങ്കിലും ഈ അന്തം കമ്മി സഖാക്കന്മാർക്കല്ലാതെ ആർക്കെങ്കിലും പ്രായാധിക്യമുള്ളൊരു മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും ഇദ്ദേഹത്തിനോട് ചെയ്യാൻ തോന്നുമോ? ഇദ്ദേഹത്തെ കാരണം ബുദ്ധിമുട്ടിയിട്ടുള്ള ആർക്കെങ്കിലും? ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ഒരു മാധ്യമ സുഹൃത്തിൻ്റെ ഒരു വാർത്താ റിപ്പോർട്ട് കാണുമായിരുന്നു, ഫോക്കസ് ന്യൂസ് എന്ന് പറഞ്ഞ ചാനലിൽ. ആ പ്രിയപ്പെട്ടവൻ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യാണ്, ഒരു വീട് മുഴുവൻ പണി തീർന്നിട്ട് പാല് കാച്ച് നിശ്ചയിച്ചു, വീട്ടിൽ കയറിക്കൂടലിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചു. ആ ഡേറ്റ് നിശ്ചയിച്ചതിൻ്റെ പിറ്റേന്നാണ് അറിയുന്നത് സിൽവർ ലൈൻ പദ്ധതി കടന്നു പോകുന്നത് ആ വീട് നിൽക്കുന്ന സ്ഥലത്തൂടെയാണെന്ന്. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ചോര തീരാക്കി ഉണ്ടാക്കിയ പണം കൊണ്ട് നിർമ്മിച്ച് ഏകദേശം ഒരു 1 കോടി രൂപയ്ക്ക് അടുത്ത് ചിലവാക്കിയൊരു വീട്. ആ വീട് പൊളിച്ചിട്ട് ആ വീടിന്റെ നെഞ്ചത്തോടാണ് സിൽവർ ലൈൻ പദ്ധതി പോകുന്നത്. 5 വർഷക്കാലങ്ങൾക്കിപ്പുറം ആ വീടിന്റെ പാലുകാച്ചൽ നടത്താൻ പോവാണ് ആ കുടുംബം. എന്തുകൊണ്ടാ? സിൽവർ ലൈൻ പദ്ധതി ഇവരെന്നെ ഉപേക്ഷിച്ചതാണേ, അല്ലേ? രവി ഗോവിന്ദൻ പറഞ്ഞ എന്താ, ഇത് പണ്ടേ ഉപേക്ഷിച്ചതാണ്, വീണ്ടും ഉപേക്ഷിക്കുകയാണ്. ബാക്കിയുള്ളവർ പറയുന്നത് എന്താണ്? ഉപേക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കാർ അല്ല. നിങ്ങൾ ഈ പദ്ധതി ഉപേക്ഷിച്ചിട്ടും ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് മേൽ പിന്തിരിഞ്ഞു നിന്നു. നിങ്ങൾ കൊണ്ടുവന്ന പദ്ധതി, നിങ്ങളുടെ എത്ര CPM-ന്റെ നേതാക്കന്മാർ സിൽവർ ലൈൻ പദ്ധതി കടന്നു പോകുന്ന റെയിൽവേ വശങ്ങളിൽ ഈ സ്റ്റേഷൻ വരാൻ സാധ്യതയുള്ളത്, സിൽവർ ലൈൻ സ്റ്റേഷൻ വരുമല്ലോ, അത് പല ഇപ്പോൾ ഉൾപ്രദേശങ്ങളിലൂടെയാണല്ലോ പോകുന്നത്. ഈ സ്റ്റേഷൻ വരുമ്പോൾ അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവുമല്ലോ, അത് സിറ്റികളായി മാറുമല്ലോ. ആ സ്റ്റേഷൻ വരുന്ന സ്ഥലങ്ങളിൽ നടന്നിരിക്കുന്ന ഭൂമികളുടെ ക്രയവിക്രയങ്ങളെ കുറിച്ച് അന്വേഷണം വേണം. CPM-ന്റെ പല ഉന്നതന്മാരായ നേതാക്കന്മാരും ഈ സിൽവർ ലൈൻ പദ്ധതി കടന്നു പോകുന്ന വഴിയിൽ സ്റ്റേഷൻ വരാനുള്ള സാധ്യതയുള്ള ഇടങ്ങളിൽ തുച്ഛമായ വിലയ്ക്ക് വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടിട്ടുണ്ട്. പല വ്യവസായികളും വാങ്ങിക്കൂട്ടിയിട്ടിട്ടുണ്ട്. നാളെ ഇവിടെ സിൽവർ ലൈൻ വരുമ്പോൾ അവിടെ ഇവരുടെ കണ്ണായ സ്ഥലങ്ങൾക്ക് വില വർദ്ധിക്കും എന്ന കാഴ്ചപ്പാടോടുകൂടി റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടി, അങ്ങനെ ഏതൊക്കെ മാഫിയയ്ക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ടവൻ്റെ അപ്പൂപ്പൻ്റെ കുഴിമാടത്തിലും അടുക്കളത്തിണ്ണയിലും അടുപ്പിനകത്തും ബാത്റൂമിനകത്തും വരെ കുറ്റിയടിച്ചു പോയവർ, ഒരു ലോൺ എടുക്കാൻ പറ്റാതെ വിവാഹം മുടങ്ങിപ്പോയവർ, പഠനം മുടങ്ങിപ്പോയവർ, വിദേശ യാത്ര സ്വപ്നം കണ്ടു കഴിഞ്ഞവരുടെ വിദേശ യാത്ര
മുടങ്ങിപ്പോയവർ എത്ര പേരെ നമുക്കറിയാം. 5 വർഷങ്ങൾക്ക് ഇപ്പുറം ആ വീട് പാല് കാച്ചുമ്പോൾ ഇവിടുത്തെ പ്രായമായ അമ്മ പറയാണ്, ഞങ്ങൾക്കൊരു സതീശനുണ്ടായി, ഞങ്ങൾക്കൊരു മകനുണ്ടായി, ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായി, ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടു, അതിൽ തീരുമാനമെടുത്തു. നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു പദ്ധതി ഉപേക്ഷിച്ചു, അവിടെ കിടക്കുന്ന ഈ മഞ്ഞക്കുറ്റി, ഇത് സർക്കാർ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകളോളം ആ വസ്തു ക്രയവിക്രയം ചെയ്യാൻ പറ്റില്ല, പണയം വെക്കാൻ പറ്റില്ല, വെറുതെ താമസിച്ചു പോകാം. നാളെ ഒരു കാലത്ത് ഈ വിഷയങ്ങളെല്ലാം കഴിയുമ്പോൾ മഞ്ഞക്കുറ്റി ഇട്ട സ്ഥലങ്ങളെല്ലാം സർക്കാരിന്റെ സ്ഥലങ്ങളാണ്, ഇവർ കുടിയേറ്റക്കാരായി മാറും. അതിനാണ് ഇവിടെ അറുതി വരുത്തി വെച്ചിരിക്കുന്നത്. ലൈഫ് ഭവന മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്താൻ പോവുകയാണ്. ലൈഫ് ഭവന മിഷൻ പദ്ധതി അവസാനിപ്പിക്കാൻ പോകുന്നു. ഈ അവസാനിപ്പിക്കാൻ പോകുന്നത് മാത്രമാണ് വാർത്ത. അത് വെച്ച് മാത്രമാണ് MP രാജേഷിനെ പോലുള്ള രാഷ്ട്രീയക്കാർ ഫേസ്ബുക്കുകളിൽ നീട്ടിവലിച്ചത്. അതിന് ബദലായി മറ്റൊരു പദ്ധതി വരുന്നുണ്ട്, അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷെ സർക്കാർ തലത്തിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല, അതൊരു ചർച്ച പോലും നടന്നിട്ടില്ല. ലൈഫ് ഭവന മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് ആ പദ്ധതി അവസാനിപ്പിച്ചിട്ട് പുതിയൊരു പദ്ധതി കൊണ്ടുവരണം. കാരണം എന്താ, 4 ലക്ഷം രൂപയാണ്, 4.25 ലക്ഷം രൂപയാണ് ഒരു വീട് പണിയാൻ കൊടുക്കുന്നത്. 450 സ്ക്വയർ ഫീറ്റ് ആണ് മാക്സിമം ആ വീട് പണിയാൻ പാടുള്ളൂ എന്നൊരു സാധനമുണ്ട്. അതായത് ഇപ്പൊ മേഘയുടെ വീട്ടുകാർക്ക് ലൈഫ് ഭവന മിഷൻ പദ്ധതിയിൽ ഒരു വീട് ലഭിക്കുന്നു. 450 സ്ക്വയർ ഫീറ്റ് പണിയാൻ 4 ലക്ഷം രൂപ അല്ലെങ്കിൽ 4.5 ലക്ഷം രൂപ ത്രിതല പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും, പല ഘട്ടങ്ങളിലായി ലഭിക്കും. താങ്കളുടെ കയ്യിൽ ജോലി ചെയ്തതും കഷ്ടപ്പെട്ടതും കടമാക്കിയതും ഒക്കെ ആയിട്ട് 2-2.5 ലക്ഷം രൂപയും കൂടി ഉണ്ടെന്ന് വെക്കുക, എന്നാലേ പണി തീരുവത് വേറൊരു സത്യം. എങ്കിലും താങ്കളൊരു ഈ 450 എന്നുള്ളത് ഒരു 600 സ്ക്വയർ ഫീറ്റ് വെക്കാൻ തീരുമാനിച്ചു. എനിക്ക് ഇച്ചിരി കൂടി വലിയൊരു അടുക്കള, ശകലം കൂടി വലിയൊരു ബെഡ്റൂം, ഒരു ബാത്റൂം കൂടി വേണമെന്ന് തീരുമാനിച്ചാൽ അത് പണിയാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ 4 ലക്ഷം തന്നെ വേണമെങ്കിൽ ഘട്ടം ഘട്ടമായി പോയി ഇതിന് പുറകെ നടന്ന് അങ്ങനെ കിട്ടൂ. 50,000, 1 ലക്ഷം അങ്ങനെയൊക്കെ കിട്ടൂ. കിട്ടിയാൽ കിട്ടും, വെച്ചവരെ കിട്ടും. പിന്നെ ലിസ്റ്റിൽ പെടുമെന്ന് വിചാരിച്ച് ഉണ്ടായിരുന്ന വീട് പൊളിച്ചിട്ട് നിൽക്കുന്ന ആളുകളുണ്ടായി, അതോടെ നിൽക്കട്ടെ. ഈ നമ്മൾ കാണുന്ന വഴിയരികളിലെ ബസ് സ്റ്റോപ്പുകൾക്ക് ഒരു 4 കാലിന്മേൽ ഒരു 4 ഷീറ്റിട്ട് അതിന്മേൽ നമ്മളുടെ പൃഷ്ഠം ഇറക്കി വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കൊച്ചു കമ്പി വെച്ചൊരു ഇരിപ്പിടം ഉണ്ടാക്കി വെക്കുന്ന ബസ് സ്റ്റാൻഡുകൾക്ക് 10-15 ലക്ഷം രൂപ അടങ്കൽ തുക എന്ന് എഴുതി വെക്കുന്ന നാട്ടിലാണ് ഒരു പാവപ്പെട്ട ഒരു വീട് പണിയാൻ ഈ 4 ലക്ഷം രൂപ കൊടുക്കുന്നത്. അതിന്മേൽ കയറി ഈ പറയപ്പെടുന്ന ചെറുതേ പാടുള്ളൂ, പാവപ്പെട്ടവൻ ചെറുതേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു പദ്ധതി വരട്ടെ. EMS ഭവന പദ്ധതി ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ലൈഫ് മിഷന്റെ പദ്ധതി നല്ലതാണ്, പാവപ്പെട്ട ഒരുപാട് പേർക്ക് വീട് ലഭിച്ചു. പക്ഷെ ഇതിൽ ചില പോരായ്മകളുണ്ട്. ഈ പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. അത് സർക്കാർ അത് നോക്കി കാണുക തന്നെ ചെയ്യും. ഞാൻ പറയുന്നത് ഇതിനെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന സർക്കാരിന്റെ ഒരു രീതിയാണ്. വലിയ ഒരു വിഷയം ഉണ്ടാകുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ കഷ്ടപ്പെടുകയാണ്. അവിടേക്ക് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ എറണാകുളം ജില്ലക്കാരനായ റോജി എം ജോണിനെ, എറണാകുളത്ത് നിന്ന് MLA ആയിരിക്കുന്ന റോജി എം ജോണിനെ നിയോഗിക്കുന്നു. റോജി പോയി വളരെ കൃത്യമായി സംസാരിച്ചു, അവരുടെ വിഷയം കേട്ടു, ആ വിഷയം സർക്കാരിനെ ധരിപ്പിക്കുന്നു, സർക്കാർ കോടതിയിലേക്ക് പോകുന്നു. ഇത്ര മനോഹരമായിട്ടാണ് ആ വിഷയം തീർന്നതെന്നേ. ഈ പറയപ്പെടുന്ന ഇടതുപക്ഷക്കാരന്മാർക്ക് ഇവിടെ കിടന്ന് ഡയലോഗ് അടിക്കുന്ന രാഷ്ട്രീയ മുതലെടുപ്പിന് പോകുന്ന ഇവന്മാർക്ക് ആയിക്കൂടായിരുന്നോ ഇതേ എന്റെ ചോദ്യമുള്ളൂ. എത്രയോ വിഷയങ്ങളിലാണ്. അടുത്തൊരു വിഷയം പറയാം, ബീവറേജസ് ഔട്ട്ലെറ്റുകളുമായി ബന്ധപ്പെട്ട് ഇവർ വാടക എടുത്തിരിക്കുന്ന ഔട്ട്ലെറ്റിന്റെ കെട്ടിടങ്ങൾ സാധാരണഗതിയിൽ നമുക്കറിയാം. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ബിൽഡിംഗ് 2000-2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്റ്റുഡിയോ ഫ്ലോറിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ സ്റ്റുഡിയോ ഫ്ലോറിന്റെ വാടക എത്ര ആണെന്ന് നമുക്കറിയാം. ഇത്രയും ഒരു സ്ഥലം ബീവറേജസ് ഔട്ട്ലെറ്റിന് വേണ്ടി വാടക എടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാടകയുടെ 5 ഇരട്ടിയും 10 ഇരട്ടിയും ഒക്കെയാണ് സർക്കാരിൽ നിന്ന് പേ ചെയ്യേണ്ടി വരുന്നത്. ഇതിനകത്ത് കൃത്യമായ കമ്മീഷനുണ്ട്, കൃത്യമായ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ടവർക്ക് പോകുന്നുണ്ട്. ബഹുമാനായ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് സഹകരണ വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളത്, നിങ്ങൾ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കൊടുക്കണം. ഇത്തവണ 25-ാം തീയതി ഇപ്പൊ കൊടുത്തു തുടങ്ങും. ഈ കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ പെൻഷനേഴ്സിന്റെ അക്കൗണ്ടിലിട്ട് കൊടുക്കണം. അല്ലാതെ സഹകരണ ബാങ്ക് ജീവനക്കാരന്റെ ഈ കൊടുത്തു വിട്ടിട്ട് അവൻ 4 ദിവസം മറിച്ച് തിരിച്ച് അവന്റെ പാർട്ടിക്ക്, സഹകരണ ബാങ്കിൽ ഇരിക്കുന്ന കൂടുതലും ഇടതുപക്ഷക്കാരനാണല്ലോ, അവന്റെ പാർട്ടിക്ക് വോട്ടുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പെൻഷൻ കൊണ്ടുവരുന്ന ചേട്ടൻ അയാളുടെ ഭാര്യ മത്സരിക്കുന്നു. ഇങ്ങനെ വോട്ട് ചോദിക്കാൻ വരുന്നൊരു കൂട്ടം ആളുകളുണ്ട്. ഇത്തരത്തിൽ ചില ക്രമീകരണങ്ങൾ ഘട്ടം ഘട്ടമായി VD സതീശൻ സർക്കാർ നടത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.